മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പുകഴ്ത്തി പറയുന്ന 110ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകള് മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ്, എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരൽപ്പ ജഗജില്ലിയ. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറന്ന് വേറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ മോൻ. മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ അതിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം ഓർന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്ലിയ. എന്നെ പോലെ. ഐ ക്യാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ, ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദ ബെസ്റ്റ്. പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ശരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ? ശരി സാർ. ഇതവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ. അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസിച്ചല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട, കെട്ടുവിടുന്നില്ലല്ലോ. നിന്റെ ആന്റിയോട് പറ, ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on, boys, follow me. അമ്പരപ്പിക്കുന്ന ധീര പ്രകടനം നമ്മുടെ നാടിന്റെ ധീര രോമാഞ്ചവിത. തുടർച്ചയായി 48 മണിക്കൂർ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച് ആ മേരി, ഞാൻ വരാൻ അല്പം താമസിക്കും. അവന്റെ ട്യൂഷൻ സെന്റർ വരെ ഒന്ന് വന്നിരിക്കുക. സാറന്മാരൊക്കെ ഒന്ന് കാണണം. ഓക്കെ, വാ. ഇയാൾക്കിത് എന്തിന്റെ കേടാണ്? ഭ്രാന്താണോ? അവന്റെ കോപ്പിലെ ഒരു പാട്ട് കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുന്തോറും ക്ലാസ്സിൽ കയറാൻ നീ എവിടെ തെണ്ടി നടക്കുമായിരുന്നു? എടാ ചോദിച്ചു കേട്ടില്ലെന്ന്.
എടാ പറയാൻ അയ്യോ ഇജയ ഇജയ വേണ്ട ജയ. നിനക്ക് മനസ്സിലാവില്ലടി എന്റെ വിഷമം. ഈ മഹാന്റെ തന്തയാണെന്ന് അറിഞ്ഞപ്പോ ആ മാഷും പിള്ളേരും എന്റെ ഫോട്ടോ എടുത്തു, ഫോട്ടോഗ്രാഫും വാങ്ങിച്ചു. എന്തിനാണെന്ന് അറിയാവോ? ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലവൻ. അവന്റെ നോട്ടം കണ്ടില്ലേ? അടിച്ച് ചെവിക്കുറ്റി പൊളിക്കോ വേണ്ടത്. എന്തിനാ ഇവൻ സുന്ദരക്കുട്ടൻ കളിച്ച് പോണെന്നറിയാവോ? കണ്ടാനും കണ്ട പൈപ്പേ വലിഞ്ഞു കയറാനുമാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇജയ മതിയെന്നേ, ഇനി അവൻ നല്ലപോലെ പഠിച്ചോളൂ. വാ, പഠിക്കും വാ. പഠിക്കും. അതിന് തലവര നന്നാവണം. ഇവന്റെ തലയിൽ കർത്താവ് പഠിപ്പിന്റെ വര വരച്ചിട്ടില്ല. ഇങ്ങോട്ട് വാ നീ. എന്റെ എല്ലാ പ്രതീക്ഷകളും അതിൽ തകർക്കണം. മോനെ നീ പഠിക്കുമല്ലേടാ? അവൻ പഠിക്കും. നടക്ക് നടക്ക്. മോൻ എന്താ ക്ലാസ്സിൽ പോവാത്തത്? പാവം, ഡാഡി ഇന്ന് ട്യൂഷൻ സെന്ററിൽ പോയിട്ട് ആകെ ഇൻസൾട്ടായി. അതാ ഞാനും പോവാത്തത്. പോയിട്ട് കാര്യമില്ല മമ്മി, എനിക്ക് ഒന്നും തലേ കയറുന്നില്ല. അതൊക്കെ നിന്റെ തോന്നലുകളാ മോനെ. ദാ ഇത് സോഫി തന്ന നോട്ടാ, ഇത് നോക്കി എല്ലാം എഴുതിയെടുക്ക്. നാശം. മോനെ, പഠിപ്പില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒന്നും ആവാൻ കഴിയില്ല. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? കുറച്ചു നാള് കഴിയുമ്പോ മമ്മിയും ഡാഡി ഒന്നും കാണത്തില്ല. അന്ന് നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്കൊരു തൊഴിലൊക്കെ വേണ്ടേ? എന്റെ മോന് മമ്മി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ചിക്കൻ കറിയാണല്ലേ? നല്ല മണം. ഒറ്റ അടി വെച്ചരും. എപ്പോഴും ഒരു തീറ്റക്കാര്യം. മമ്മി എന്താ മറഡോണ? നീ എന്തിനാ എന്റെ ഡാഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയത്? ഞാനൊന്നുമല്ല, അങ്കിള് വന്നതാ. ഓഹോ, അപ്പൊ നീ ബുക്ക് കൊടുത്തു വിട്ടത്? അത് എക്സാം വരുന്നതിനാൽ ആരും നിനക്ക് നോട്ട് തരില്ല, അതാ ഞാൻ. ഓ, വലിയ ഉപകാരമല്ലേ ചെയ്തത്. നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ ട്യൂഷൻ ടീച്ചർ ആവണ്ട. വലിയൊരു പഠിപ്പുകാരി വന്നിരിക്കുന്നു. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇടപെടണ്ട. കേട്ടോടി ഞൊണ്ടി. എന്തായി പപ്പ പോയ കാര്യം? എല്ലാം ഓക്കെ. സരോജ് കുമാർ കഥ കേട്ടോ? കേട്ടോന്നോ? കേട്ടു, ഇഷ്ടമായി, ഉടനെ ചെയ്യാമെന്നും പറഞ്ഞു. ആശ്വാസായി. പപ്പയുടെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ടല്ലോ. എനിക്ക് ഉറപ്പാ പപ്പയുടെ അടുത്ത സിനിമ സൂപ്പർ ഹിറ്റ് ആകും. ഡയറക്ടർ ജെയിംസ് കുരുവിള അതിശക്തമായി തിരിച്ചു വരും. ചെല്ല പപ്പ പോയി ഡ്രസ് മാറി വന്ന് ഭക്ഷണം കഴിക്കും. ചെല്ല് പപ്പ. അടുത്തതായി ഫിലിം ന്യൂസ്. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലണ്ടനിൽ പുരോഗമിക്കുന്നു. ഈ സിനിമയുടെ പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഒരു മാസമായി ഷൂട്ടിംഗിൽ ഏർപ്പെട്ടിരുന്ന സരോജ് കുമാറും സംഘവും ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് ഈ മാസം അവസാനം മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ 50ാമത് ചിത്രം എന്ന പ്രത്യേകതയും തിരിച്ചെത്തിയ ശേഷം സോറി മോളെ. മുസാക്ക, ഇതെന്ത് പറ്റി? ഇനി എന്ത് പറ്റണം? മൂക്കിന്റെ പാലം തകർന്ന് കണ്ണ് കെട്ടി ബൈക്ക് ഓടിച്ച മൂസാക്കാന്റെ ഫ്രണ്ടിലായിരുന്നല്ലോ ഞങ്ങളുടെ ജീപ്പ്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പൂച്ച വട്ടം ചാടി. ഞങ്ങള് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തില്ല. 48 മണിക്കൂർ തികയാൻ അരമണിക്കൂർ മതിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും കണ്ണു കെട്ടിയുള്ള പരിപാടി ഇതോടെ നിർത്തി. പക്ഷെ അടുത്തത് കിടിലം പരിപാടിയാ. 30 വിഷപ്പാമ്പുകൾക്കൊപ്പം 30 ദിവസം ഒരു ചില്ലുകൂട്ടി. ലിംക ബുക്കിന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട മൂസാക്ക, അപകടമാ. പാമ്പല്ലേ, സാരമില്ല. എങ്ങനെങ്കിലും എനിക്ക് പ്രശസ്തനായി ലിംക ബുക്കിൽ ഇടം നേടിയേ പറ്റൂ. നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച വ്യക്തിയോട് എനിക്ക് എന്റെ ധീരത തെളിയിക്കണം. മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചോ? എല്ലാ സെറ്റും റെഡി. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ജലദോഷം. ആ ദാ, കൊള്ളാലോ. ഇതൂടെ കഴിക്ക്. ശരിക്ക് വിളമ്പി കൊടുക്ക്. കുറച്ച് ഉടുമ്പിന്റെ ഇറച്ചിയോടെ കിട്ടുമെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ പൈപ്പെ പിടിച്ചു കയറാൻ ശക്തി കിട്ടും. അയ്യോ, അതെങ്ങനെയാ? ചന്ദനം ചാരിയല്ലേ ചന്ദനം മണക്കും. എന്താ ഇപ്പൊ ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ? മടുത്തു ചന്ദ്രേട്ടാ. ഡാഡിയുടെ ചെലവ് പറ്റിയുള്ള ഈ ജീവിതം എപ്പോ നോക്കിയാലും ശപിക്കാനും പരിഹസിക്കാനുമേ അങ്ങേർക്ക് നേരമുള്ളൂ. മമ്മിയെ ഓർത്തിട്ടാ ഞാനൊന്നും പറയാത്തത്. നിന്റെ ഡാഡി അല്ലേടാ. ചന്ദ്രേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പട്ടാളച്ചിട്ടയ്ക്ക് നിർത്തും പോലുള്ള പെരുമാറ്റം അങ്ങേരുടേത്. അതിരിക്കട്ടെ, നീ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോകുന്നത്? ഇന്റർനെറ്റ് കഫേ. ഇന്റർനെറ്റ് കഫേ? അതിവിടെ ഒരുപാടെണ്ണം ഇല്ലേ? എത്രയുണ്ടായാലും തികയില്ല ചന്ദ്രേട്ടാ. ഈ ചാറ്റിംഗ് ഇമെയിൽ എന്നൊക്കെ പറഞ്ഞ് കഫേയിലെത്തുന്ന അധികം പേരും വാതിലടുത്തിരുന്ന് കാണുന്നത് മറ്റതാ. പെൺകുട്ടികൾ വരെ ഓൺ സൈറ്റിന് അഡിക്റ്റാ. ഇടം എടുക്ക. കൂടാതെ ഞാൻ കുറെ മസാല സീഡുകൾ വാങ്ങി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ജനം ക്യൂ ആയിരിക്കും, ക്യൂ. നീ ഒരു പൂളാനാണല്ലോ. ആട്ടെ, ഇതൊക്കെ ചെയ്യാനുള്ള പൈസ? അതിനല്ലേ ഞാൻ ചന്ദ്രേട്ടന്റെ അടുത്ത് വന്നത്. അത് ശരി. എടാ, പൈസക്കാണോ ബുദ്ധിമുട്ട്? ബാങ്ക് അല്ലേ വീട്ടിലിരിക്കുന്നത്. ഡാഡിയോട് പോയി കൈ നീട്ടാനോ? ഞാനില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് കൊന്നുകളയും. നിന്റെ ഡാഡിയുടെ കേസിൽ നിന്ന് പണം എടുത്ത് തരാനല്ലോ ചോദിക്കുന്നത്. ലോണായിട്ടല്ലേ? ഓരോ മാനേജർമാർ അവർക്ക് ഇഷ്ടമുള്ള എത്ര പേർക്കാണെന്നോ ലോൺ കൊടുക്കുന്നത്. കൊടുക്കാതെ എഴുതി തള്ളുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു ഡാഡി ആണെങ്കിൽ നിനക്ക് ലോൺ തരും. ഷോപ്പ് അഡ്വാൻസിനും ഫർണിഷിങ്ങിനുമായിട്ട് ഒരു 2 ലക്ഷം രൂപ ലോൺ ചോദിക്കേ. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഞാൻ എന്റെ ജാമ്യത്തിൽ ലോണായി വാങ്ങിത്തരാം. ചന്ദ്രേട്ടന്റെ ഈ സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല. അതൊന്നും സാരമില്ല. നീ ഡാഡിയെ ചെന്ന് കാണും. ഓഹോ, ഇന്റർനെറ്റ് കാഫേ തുടങ്ങാൻ ലോൺ. കൊള്ളാം. എടാ, 2 പേപ്പർ എഴുതിയെടുക്കാൻ കഴിയാത്ത നീയാണോ ഇനി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോണത്? അത് ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടാണേലും നടക്കില്ല. അവന്റെ ഒരു ചന്ദ്രേട്ടൻ. ഡാ, പഠിക്കേണ്ട സമയത്ത് പഠിക്കേ. അല്ല ബിസിനസ്സിൽ ലോണെന്നും പറഞ്ഞ് ബാങ്കിൽ വന്ന് കൈനീട്ട് അല്ല വേണ്ടത്. ഡാഡിയുടെ നയ പൈസ ഇനി എനിക്ക് വേണ്ട. അതില്ലാതെ തന്നെ കഫേ തുടങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. കടമുറിക്കുള്ള അഡ്വാൻസ് കൊടുക്കാനും പിന്നെ ഫർണിഷ് ചെയ്യാനുമായിട്ട് 2 ലക്ഷം രൂപ കിട്ടിയാൽ മതി മമ്മി. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ചന്ദ്രേട്ടൻ ലോണായിട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ എങ്ങനെ? ഡാഡി മമ്മിയുടെ പേരില് ബാങ്കിലിട്ടിരിക്കുന്ന പൈസ ഇല്ലേ, അതിൽ നിന്ന് തന്നാ മതി. എന്നാലും ഡാഡി അറിയാതെ എങ്ങനെ? ഡാഡി അറിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നടന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്തു കളയും. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല മോനെ. ദേ, ഞാൻ പണം തരാം. നിന്റെ ആഗ്രഹം നടക്കട്ടെ. All the best. Thank you. ഞാൻ കഫേയിലേക്ക് പോകും. മമ്മി, ഇതാ കുറച്ച് പൈസയുണ്ട്. ഇറച്ചിക്കൊക്കെ എന്താ വില, പ്രത്യേകിച്ച് ഉടുമ്പിന്റെ. മമ്മി, ഇതാ ഒരു സാരി ഉണ്ട്. ആ കമ്പ്യൂട്ടറിന്റെ ലോണൊക്കെ അടച്ചു തീർത്തേക്കണേ. ഞാനാ നിനക്ക് ഗ്യാരണ്ടി. അറിയാലോ ചന്ദ്രേട്ടാ, ഞാൻ അടച്ചോളാം. അത് മതി. Hey man, I need a cabin. I want to chat with my girlfriend.
this cabin. Hey. നെറ്റ് കണക്റ്റഡ് ആണോ നോക്കിയതാ. Hey, don't leave him!